ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ മരുഭൂമിയിൽ തിരുവചനം അനേകർക്ക് മരുപ്പച്ചയും സ്വച്ഛ ജലാശയവുമാണ്. പ്രതിസന്ധികളുടെ വൻ ചുഴിയിൽ മുങ്ങിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന പിടിവള്ളിയാണ് അവർക്ക് ദൈവവചനം. വെല്ലുവിളികളുടെ തിരമാലകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ആഞ്ഞടിക്കുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാകാൻ ആർക്കാണ് കഴിയുമെന്ന തിരുവചനത്തിൽ മനസ്സ് ഉറപ്പിക്കുമായിരുന്ന എൻ്റെ മാതാപിതാക്കളുടെ ദൈവാശ്രയം ഞാൻ ഓർത്തു പോവുകയാണ്. ഈ തിരുവചനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അനേകം തവണ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നന്നേ ചെറുപ്പത്തിൽ കാണാപ്പാഠം പഠിച്ച ബൈബിൾ വചനവും അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും വരുമ്പോൾ മനസ്സിനെ ദൈവാശ്രയത്തിൻ്റെ പാറയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇന്നും ഈ തിരുവചനം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, തിരുവചനം ഒരു മിറക്കിളാണ്. പ്രതിസന്ധികളിൽ സാന്ത്വനം നൽകുന്ന ഏതെങ്കിലും തിരുവചനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അസ്വസ്ഥതകളിൽ മനസ്സിൻ്റെ നങ്കൂരമിടാൻ അത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ചില തിരുവചനങ്ങൾ ഓർമ്മയുടെ ഇമ്മീഡിയറ്റ് ഫയലിൽ സൂക്ഷിക്കുമെങ്കിൽ അത് പ്രതിസന്ധികളിൽ തുഴയും നങ്കൂരവുമായി നമുക്ക് പ്രയോജനപ്പെടും. വചനം നമുക്ക് നൽകുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് തീർച്ചയായും ആകാംക്ഷയ്ക്കുള്ള സൈക്കോതെറാപ്പിയാണ്. ഫിലിപ്പിയ ലേഖനം 4:13 മനസ്സുറപ്പിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച 2 ദൈവഭക്തരെ നമുക്ക് പരിചയപ്പെടാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് ആ തിരുവചനം. വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ്. 3 കുട്ടികളെ വളർത്തിയെടുക്കാൻ 2 ജോലി ചെയ്യുന്ന ഒരു സിംഗിൾ പേരന്റ് ദൈവമുമ്പാകെ സമർപ്പിച്ച് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്വർഗസ്ഥ പിതാവേ, ഫിലിപ്പിയർ 4:13 അത്ഭുത വാഗ്ദത്തങ്ങളിൽ എൻ്റെ മനസ്സിനെ ഞാൻ ഉറപ്പിക്കുന്നു. അവിടുന്ന് തരുന്ന അമിത ബലം കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും തിരുവചനത്തിൻ്റെ വഴിയിലൂടെ അവരെ കൈപിടിച്ച് നടത്താനും ഭാരമുള്ള ജോലി ചെയ്തു തീർക്കാനുമൊക്കെ എനിക്ക് സാധിക്കുന്നത്. നാഥ, എന്നെ ദിവ്യ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇടയത്ത ശുശ്രൂഷയ്ക്കായി ഒരു യുവ പുരോഹിതൻ ആദ്യമായി നിയോഗിക്കപ്പെട്ടത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഇടവകയിലേക്കായിരുന്നു. An obstinate congregation. ദുഷ്ടലക്ഷ്യങ്ങളും ഹിഡൻ അജണ്ടയും ധിക്കാര മനോഭാവവുമായി ഇടവകയിലെ ഒരു കൂട്ടം ആത്മീയ പക്വതയില്ലാത്ത മക്കൾ പുരോഹിതനോട് ഏറ്റുമുട്ടി. അൾത്താരയിൽ മുട്ടുകുത്തി പാനീയ ബലിയായി ഹൃദയം ഒഴുക്കിക്കൊണ്ട് ഇടയൻ പ്രാർത്ഥിച്ചു:
കാരുണ്യവാനായ ദൈവമേ, ഇടയത്ത ശുശ്രൂഷയ്ക്കായി അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അനേക വർഷത്തെ പരിശീലനം നൽകിയതിനായി സ്തോത്രം. ഇപ്പോൾ ഈ പ്രതിസന്ധി നിറഞ്ഞ ആട്ടിൻകൂട്ടത്തിന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ അവിടുന്ന് നിയോഗിച്ചിരിക്കുകയാണല്ലോ. എന്റെ ബലഹീനതകളും അയോഗ്യതകളും അപര്യാപ്തതകളുമൊക്കെ അങ്ങേക്കറിയാം. അവിടുത്തെ അത്ഭുത ശക്തിയില്ലാതെ പഠിച്ച തിയോളജി കൊണ്ട് മാത്രം ഈ ശുശ്രൂഷ വിജയകരമായി നിർവഹിക്കാൻ എനിക്കാവില്ലെന്നും അവിടത്തേക്കറിയാം. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാനൊരിക്കലും പരാജയപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചെറിയ ആട്ടിൻകൂട്ടത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താനെതിരായി അവിടുത്തെ അമിത ബലത്തിൽ ഞാൻ പൊരുതും. സാത്താൻ ആയുധമാക്കിയിരിക്കുന്ന മനസ്സുകളെ സ്വതന്ത്രമാക്കാനും ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാനും അവിടുത്തെ സുരക്ഷിത കോട്ട ഇവർക്ക് ചുറ്റും ഉണ്ടായിരിക്കണമേ. ഇവർക്കിടയിൽ നിന്ന് വിരുദ്ധതയുടെ ആത്മാവിനെ നിരോധിക്കണമേ. അനുരഞ്ജനത്തിന്റെ പരിശുദ്ധാത്മശക്തി ഇവരിൽ പരിവർത്തിക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവമേ, എന്നെ കൈവിടരുതേ. തിരുവചന ശക്തിയാൽ പ്രതിരോധ നിരകളെ മുറിച്ച് മുന്നേറുന്ന ഈ രണ്ട് ദൈവഭക്തരുടെ സാക്ഷ്യം വളരെ ഉജ്ജ്വലമല്ലേ? കുടുംബം, ദാമ്പത്യം, ഇടയത്വം തുടങ്ങിയ ഔദ്യോഗിക മേഖലകളിലൊക്കെ വെല്ലുവിളി നിറഞ്ഞ നിയോഗങ്ങളാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ സ്വന്തം ബുദ്ധിശക്തിയിൽ ചെയ്ത് തീർക്കുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുമില്ല. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന് മോശയ്ക്ക് ഉറപ്പ് കൊടുത്തവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും തനിച്ചല്ല. പ്രതിസന്ധികളിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ടെന്ന സത്യം എപ്പോഴും ഓർക്കണം. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരു നല്ല പ്രവൃത്തി നമ്മളെക്കൊണ്ട് ചെയ്യിക്കുവാൻ ആരംഭിച്ചവൻ അത് തീർച്ചയായും പൂർത്തീകരിച്ചിരിക്കും. അതിനുള്ള ശക്തി നമുക്ക് തന്നിരിക്കും. നമ്മൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സർവശക്തൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നത് വളരെ ആഹ്ലാദകരമല്ലേ? ഈ ഉറപ്പും ധൈര്യവുമാണ് തിരുവചനം നമുക്ക് തരുന്നത്. തിരുവചനം ജീവനും ശക്തിയുമാണ്. ബൈബിളിലെ എല്ലാ വാഗ്ദത്തങ്ങളുടെയും അവകാശികളായ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഈ ഉറപ്പിലും വിശ്വാസത്തിലും പ്രത്യാശ വെച്ച് മുന്നോട്ട് പോയാൽ മതി. ബാക്കിയെല്ലാം കരുതുന്നവനും കാക്കുന്നവനുമായ ദൈവം ചെയ്തുകൊള്ളും. നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ച് ഒരുമിച്ച് പറയാം: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.